കൊല്ലം സുധിയുടെ 2 മക്കൾക്ക് ഇത് കൊടുത്തെന്നോർത്തോണ്ട് എനിക്ക് എന്തോ വലിയ നേട്ടം എന്ത് നേട്ടം എനിക്കുണ്ടാകേണ്ടി? എന്ത് നേട്ടം? എനിക്ക് വയസ്സ് 47 പ്രായമുണ്ട്. എന്തോ ഇനി ഒരു കല്യാണം കഴിക്കണോ എനിക്ക്? നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൊല്ലം സുധിയുടെ ഭാര്യയായിട്ടുള്ള രേണുവിനും മക്കൾക്കും ഈ കൊല്ലം സുധിയുടെ മരണശേഷം ഒരു 7 സെന്റ് ഭൂമി ഒരു ഫാദർ നൽകിയുണ്ടായി. അതായത് ഒരു പള്ളിയിലച്ഛനാണ്, നോബിൾ ഫിലിപ്പ് എന്നാണ് ആ പള്ളിയിലച്ഛന്റെ പേര്. ഒരുപാട് ആളുകൾക്ക് വലിയ സഹായങ്ങൾ ചെയ്യുന്ന ഒരു ഫാദറാണ്. അങ്ങനെ ഇവരുടെ ദുരവസ്ഥയൊക്കെ അറിഞ്ഞുകൊണ്ട് തന്റെ ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഭൂമി, അതായത് 7 സെന്റ് ഭൂമി ഇവർക്ക് വീട് വെക്കാൻ വേണ്ടി നൽകി. ഇപ്പോൾ ഈ അച്ഛൻ രംഗത്ത് വന്നിരിക്കുകയാണ്. ഇവർക്ക് ഭൂമി കൊടുത്തതിൽ ഖേദിക്കുന്നു എന്നാണ് അച്ഛന്റെ പുതിയ ഒരു വെളിപ്പെടുത്തൽ. ഈ ഫാദർ ഇത്തരത്തിൽ പറയാൻ ഒരു പ്രത്യേക കാരണമുണ്ട്. അതായത് രേണു സുധീനെ ഈ പല സോഷ്യൽ മീഡിയയിലുള്ള യൂട്യൂബർമാരും ഇന്റർവ്യൂ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ ആ സമയത്ത് ഒരു ഇന്റർവ്യൂവർ ഈ രേണു സുധീനോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഈ അച്ഛൻ ഇങ്ങനെ 7 സെന്റ് ഭൂമി, അതായത് വിലപിടിപ്പുള്ള സ്ഥലമാണ് അച്ഛന്, ആ 7 സെന്റ് ഭൂമിയോടൊപ്പം ഒരുപാട് സ്ഥലങ്ങൾ വേറെയുണ്ട്. അപ്പോൾ ഇവർക്ക് ഇങ്ങനെ ഒരു വലിയ ഒരു ഇഷ്യൂസ് ഒക്കെ ഉണ്ടായി, വലിയ വാർത്താ പ്രാധാന്യമൊക്കെ നേടി നിൽക്കുന്ന സമയത്ത് 7 സെന്റ് ഭൂമി ഇവർക്ക് നൽകിക്കൊണ്ട് ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ വലിയ രീതിയിൽ ബിസിനസ് ചെയ്തു എന്നുള്ളതാണ് ഈ ഇന്റർവ്യൂവർ ഈ രേണു സുധീനോട് ചോദിക്കുന്നത്. അത് നമുക്കൊന്ന് കേട്ടു നോക്കാം. ഒരു എന്താ ലൈംലൈറ്റിൽ നിൽക്കുന്ന ഒരാൾക്ക് ഇങ്ങനെ ഒരു സ്ഥലം തന്നതുകൊണ്ടാണ് പുള്ളിയുടെ മറ്റു സ്ഥലങ്ങൾ വിറ്റുപോയി എന്നൊരു പ്രചാരണമുണ്ട്. അങ്ങനെയുണ്ടോ? അല്ല, അത് മാർക്കറ്റ് ചെയ്തുകൊണ്ട് പുള്ളി സെയിൽ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ ഇപ്പൊ സുധിച്ചേട്ടന് സ്ഥലം കൊടുത്തെന്ന് പറഞ്ഞാൽ മാർക്കറ്റിംഗ് ചെയ്ത് ഇഷ്ടമുള്ളവരല്ലേ സ്ഥലം മേടിക്കത്തുള്ളൂ. ഇപ്പൊ സുധിച്ചേട്ടൻ അവിടെ സ്ഥലം കൊടുത്തെന്ന് പറഞ്ഞാൽ അവരാരും വന്ന് മേടിക്കുന്നെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർക്ക് ഇഷ്ടപ്പെട്ടോണ്ട് അവർ വില പറഞ്ഞു. എന്തായാലും ഈ യൂട്യൂബർ ഇത്തരത്തിലുള്ള ഒരു ചോദ്യം ഈ രേണു സുധി എടുത്ത് ഉന്നയിക്കുന്ന സമയത്ത് അത് ഈ രേണു സുധി നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. അതായത് അത്തരത്തിലല്ല, ഈ 7 സെന്റ് ഭൂമി ഇവർക്ക് നൽകിയത് കൊണ്ടല്ല ബാക്കി വസ്തുക്കള് അങ്ങനെ കച്ചവടം പോയത് എന്നുള്ളതാണ് അവര് പറയുന്നത്. എന്നാൽ ഇത് ഈ ഒരു അച്ഛനെ സംബന്ധിച്ച് വലിയ നാണക്കേടുണ്ടാക്കിയ ഒരു കാര്യമാണ്. ഇദ്ദേഹത്തിന്റെ കുടുംബക്കാർ വരെ ചോദിക്കാൻ തുടങ്ങി, ഇവർക്ക് എന്തിനാണ് ഇത്തരത്തിൽ സൗജന്യമായിട്ട് ഭൂമി കൊടുത്തത്, വലിയ നാണക്കേടായല്ലോ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തോട് പല ആളുകളും ചോദിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറയുന്ന കാര്യം നമുക്കൊന്ന് കേട്ടു നോക്കാം. ഈ കൊല്ലം സുധി എന്ന് പറയുന്ന ഒരു കലാകാരനെ ഞാൻ ജീവിതത്തിൽ നേരിട്ട് കണ്ടിട്ടില്ല. അദ്ദേഹത്തിന്റെ പ്രോഗ്രാം ഞാൻ എവിടെയും സ്റ്റേജ് ഷോസോ ഒന്നും ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള ഒരാളല്ല. മറിച്ച് അദ്ദേഹത്തിന്റെ കലയെപ്പറ്റി അദ്ദേഹം മരിച്ചു കഴിഞ്ഞിട്ടാണ് എന്നോട് പലരും പറയുകയും അങ്ങനെ ഞാൻ യൂട്യൂബുകൾ കാണുകയും ഒക്കെ ചെയ്ത അദ്ദേഹത്തിനെ പറ്റി എൻക്വയറി ചെയ്തപ്പോ എനിക്ക് കുറെ സോഷ്യൽ മീഡിയ പ്രവർത്തകരായിട്ടുള്ള മാധ്യമ സുഹൃത്തുക്കള് എനിക്ക് ധാരാളമായിട്ടുണ്ട്. അവരാണ് ഇദ്ദേഹത്തെ പറ്റി എന്നോട് പറഞ്ഞു, ഇദ്ദേഹം ഒരു കലാകാരനായിരുന്നു, എന്നാൽ സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയും സ്വന്തമായിട്ടൊരു വീടില്ലാത്ത, ഒരു സെന്റ് വസ്തുവില്ലാത്ത ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ കുഞ്ഞുങ്ങള് ഈ മരണത്തോടുകൂടി അനാഥമായി പോകുന്ന ഒരു അനുഭവം ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ എന്റെ കുടുംബസ്വത്തിൽ നിന്നാണ് ഏറ്റവും മനോഹരമായിട്ടുള്ള, ഏറ്റവും വിലപിടിപ്പുള്ളതായിട്ടുള്ള ഒരു സെന്റിന് ഇന്നത്തെ വില അനുസരിച്ച് 4 ലക്ഷം രൂപ വില മതിക്കുന്ന 7 സെന്റ് സ്ഥലം 2 കുഞ്ഞുങ്ങളുടെ പേരിലായിട്ട് ഞാൻ എഴുതി നൽകുവാനിടയായത്. അതിന് കാരണക്കാരായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട ആർ ശ്രീകണ്ഠൻ നായർ എന്ന് പറയുന്ന ഒരു മാധ്യമ പ്രവർത്തകനും അതേപോലെ തന്നെ എന്റെ ഒരു അടുത്ത സുഹൃത്ത് രാഹുൽ ഇരുമ്പുകുഴി എന്ന് പറയുന്ന ഒരു മാധ്യമ സുഹൃത്തും കൂടെയാണ് എന്നോട് റിക്വസ്റ്റ് ചെയ്യുക ചെയ്ത്. ആർ ശ്രീകണ്ഠൻ നായർ എന്ന് പറയുന്ന ഒരു കേരളം ലോകം അറിയുന്ന, മലയാളികൾ അറിയുന്ന ഒരു വലിയ മാധ്യമ പ്രവർത്തകൻ എന്നോട് പറഞ്ഞു, ഏറ്റവും നല്ല ഒരു പ്ലോട്ട് ഈ കുഞ്ഞുങ്ങൾക്കായിട്ട് നൽകുകയാണെങ്കിൽ അത് വളരെ നല്ലതായിരിക്കുമെന്ന് റിക്വസ്റ്റ് ചെയ്തതിന്റെ ആ റിക്വസ്റ്റിനെ റെസ്പെക്ട് ചെയ്തിട്ടാണ് ഞാൻ ഒരു 7 സെന്റ് സ്ഥലം ഈ 2 മക്കൾക്ക് നൽകിയത്. ഒരു കാര്യം എടുത്തു പറയേണ്ടതുണ്ട്. അതായത് ലക്ഷങ്ങൾ വിലമതിക്കുന്ന സ്ഥലങ്ങളൊന്നും ആരും അങ്ങനെ സൗജന്യമായിട്ടൊന്നും നൽകാറില്ല. ഈ ഫാദറിന്റെ നല്ല മനസ്സ്, ഇദ്ദേഹം ഇതുപോലെ ഒരുപാട് ചാരിറ്റി ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് അങ്ങനെ ഒരു സന്മനസ് തോന്നി അങ്ങനെ കൊടുത്തു. അത് അദ്ദേഹത്തിന് വലിയ കെണിയായി എന്നാണ് അദ്ദേഹം പറയുന്നത്. വാക്കിയൂടെ നമുക്ക് കേട്ടു നോക്കാം. ഏതോ ഒരു സോഷ്യൽ മീഡിയയിലെ ഒരു വ്യക്തി ചോദ്യം ചെയ്യുകയുണ്ടായി, നിങ്ങളെ മെയിൻ ലൈനിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ലൈം ലൈനിൽ നിൽക്കുന്ന നിങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ആ പുരോഹിതൻ ഈ വസ്തുക്കൾ വിറ്റു, അദ്ദേഹം നിങ്ങളെ വെച്ച് കച്ചവടം നടത്തി കാശുണ്ടാക്കി എന്നൊക്കെ. എത്ര അർത്ഥശൂന്യമായ സംസാരമാണ് ആ സോഷ്യൽ മീഡിയ പ്രവർത്തകർ ഈ സ്ത്രീയോട് ചോദ്യം ചോദിക്കുന്നു. പക്ഷെ അവരതിന് തക്കതായ ഉത്തരം കൊടുക്കുന്നുണ്ട്. എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. വസ്തു വാങ്ങാൻ ഒരാൾ വന്നു കഴിഞ്ഞാൽ പണം ഉണ്ടെങ്കിൽ വസ്തു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് വാങ്ങുക എന്നുള്ളതല്ലാതെ ഈ കുടുംബത്തിന്റെ പേര് പറഞ്ഞ് എന്നോട് ആരും വസ്തു വാങ്ങാൻ ഇവിടെ വരാറില്ല. അപ്പൊ ഇത്യാദി പല കാര്യങ്ങള്
എന്നെ മനോവേദനപ്പെടുത്തിക്കൊണ്ട് ഇത് കൊടുത്തതിന് ശേഷം എനിക്ക് യാതൊരു അഡ്വാൻറ്റേജും ഉണ്ടായിട്ടില്ല. എനിക്ക് ഡിസഡ്വാൻറ്റേജ് അല്ലാതെ ഒരു അഡ്വാൻറ്റേജും ഇല്ല. ഈ കോള് റെക്കോർഡ് ചെയ്യണം. കാരണം ഞാൻ കൊടുത്തുവെന്നോർത്ത് എന്റെ റിലേറ്റീവ്സ് പോലും എന്റെ കുടുംബം പോലും എന്നോട് എതിർത്തിരിക്കുകയാണ്. എന്തിനു കൊടുത്തു എന്ന് എന്നോട് ചോദിച്ചിട്ടാകുമ്പോൾ ഞാൻ എന്റെ പേഴ്സണൽ എനിക്ക് അവകാശപ്പെട്ട എന്റെ പേരിൽ സർവ്വ സ്വാതന്ത്ര്യമായി ഞാൻ അനുഭവിക്കുന്ന ഈ കുടുംബസ്വത്ത് ഞാൻ കൊടുത്തതെന്ന് വെച്ചാൽ 2 അനാഥ ബാല്യങ്ങളെ ഓർത്ത് ചെയ്തതാണ്. പക്ഷെ ഇപ്പോൾ എനിക്ക് തീരാത്ത ദുഃഖവും പുറത്തിറങ്ങാൻ കഴിയാത്ത മനോവേദനകളുമാണ് പല വ്യക്തികളിൽ നിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ ഫാദർ പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഇവർക്ക് 7 സെന്റ് കൊടുത്തല്ലോ, അതിനോട് ചേർന്ന് ഒരുപാട് ഭൂമി ഇദ്ദേഹത്തിനുണ്ട്. അപ്പോൾ ഇവരിങ്ങനെ പ്രസിദ്ധരായിട്ട് നിൽക്കുന്ന ആളുകളാണല്ലോ, അവർക്കൊരു 7 സെന്റ് ഭൂമി കൊടുത്തു. അത് വലിയ രീതിയിൽ വാർത്തയായി. അതിനോടനുബന്ധിച്ച് ഈ ഒരു വാർത്തയോടനുബന്ധിച്ച് ബാക്കിയുള്ള സ്ഥലങ്ങൾ വലിയ വിലയ്ക്ക് ഇദ്ദേഹം കച്ചവടം ചെയ്തു എന്നാണ് ഇവർ ആരോപിക്കുന്നത്. അതിന്റെ ഒരു ക്ലിപ്പിംഗ് ആണ് ഞാൻ ആദ്യം കാണിച്ചത്. അങ്ങനെ സോഷ്യൽ മീഡിയയിലുള്ള ആളുകളൊക്കെ പലപ്പോഴും ഈ രേണു സുധിയെ കാണുന്ന സമയത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചോദിക്കുന്നു. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലെ പല ആളുകളും ഈ ഒരു അച്ഛനെ ടാർഗറ്റ് ചെയ്ത് സംസാരിക്കുന്നു എന്നാണ് അച്ഛൻ പറയുന്നത്. ബാക്കിയൂടെ നമുക്ക് കേട്ടു നോക്കാം. കാരണം ഞാൻ ചെയ്തത് എനിക്കൊരു പേര് കിട്ടാൻ വേണ്ടിട്ടോ, ഇദ്ദേഹത്തിന് ഞാൻ ഓപ്പൺ ആയിട്ട് പറയാം, കൊല്ലം സുധിയുടെ 2 മക്കൾക്ക് ഇത് കൊടുത്തെന്നോർത്തോണ്ട് എനിക്ക് എന്തോ വലിയ നേട്ടം എന്ത് നേട്ടം എനിക്കുണ്ടാകേണ്ടി? എന്ത് നേട്ടം? എനിക്ക് വയസ്സ് 47 പ്രായമുണ്ട്. എന്തോ ഇനി ഒരു കല്യാണം കഴിക്കണോ എനിക്ക്? അതും എന്റെ 2 ഒരു സുഖമില്ലാത്ത ഒരു സിസ്റ്ററുണ്ട്, എനിക്ക് ഓർമ്മയില്ലാത്തൊരു പെങ്ങളുണ്ട്. അല്ലെങ്കിൽ എനിക്ക് 46 വയസ്സുള്ള ഒരു സഹോദരി ഉണ്ട്. ഞങ്ങൾക്ക് എന്താ ആവശ്യം ഇതിനുള്ളത്? എന്റെ അമ്മ ഒരു പ്രായം 73 വയസ്സുള്ള ഒരു മദറുണ്ട്. ഞങ്ങൾക്ക് എന്താ ആവശ്യം കിട്ടാൻ വേണ്ടിയിട്ടാ ഞങ്ങൾ ഇത് കൊടുക്കാൻ പോയത്? ഞങ്ങൾ ഇത്രമേ ചിന്തിച്ചു. ഞാനിവിടെ 1 ഏക്കർ ഭൂമി അല്ലാതെ 7-10 കുടുംബങ്ങൾക്ക്, അനാഥമായിട്ട് കിടക്കുന്ന നിർധന കുടുംബങ്ങൾക്ക് ഞാനിവിടെ 1 ഏക്കർ ഭൂമി നൽകി. അത് 3 സെന്റ് വെച്ച് ഞാൻ ഓരോ കുടുംബങ്ങൾക്ക്, ഒരു 10ഓളം കുടുംബങ്ങൾക്ക് അതെഴുതി നൽകിയിട്ടുണ്ട്. ഇവിടെ അയ്യപ്പ സേവാ സമിതിക്ക് ഒരു ക്ഷേത്രമില്ലായിരുന്നു, അതിന് 5 സെന്റ് സ്ഥലം ഞാൻ വില കൊടുത്ത് വാങ്ങി അമ്പലം പണിതു കൊടുത്തൊരു വ്യക്തിയാണ്. അതുപോലെ തന്നെ ഇവിടെ SNDP ക്ഷേത്രത്തിലേക്ക് പോകാൻ അവർക്ക് വഴിയില്ലായിരുന്നു. 27 സെന്റ് സ്ഥലം ആ ക്ഷേത്രത്തിലേക്ക് പോകാൻ വഴി കൊടുത്തൊരു വ്യക്തിയാണ്. അതൊക്കെ ഞാൻ കൊടുത്തത് എനിക്ക് പേരുണ്ടാകുക എന്നുള്ളതിൽ, മറിച്ച് ഞാൻ US നിന്നും വിദേശത്തു നിന്നും ഇവിടെ മടങ്ങി വന്നപ്പോൾ ഇവിടെയുള്ള പൊതുസമൂഹത്തിൽ പല ആൾക്കാർ എന്നോട് വന്ന് പറഞ്ഞു, ഇങ്ങനെ പല പ്രയാസങ്ങളിൽ കഴിയുന്ന ആൾക്കാരുണ്ട്, അല്ലെ അങ്ങനെ ആവശ്യങ്ങളിൽ കഴിയുന്നവരുണ്ട്, പല വേദനകളിൽ ഇരിക്കുന്നുണ്ട്. അവരെ ഇവിടുത്തെ തൃക്കൊടിത്താനം പഞ്ചായത്തിൽ 9-ാം വാർഡിൽ 3 സെന്റ് സ്ഥലം ഒരു അംഗൻവാടി പണിയാൻ ഏറ്റവും കണ്ടായ സ്ഥലം ഞാൻ നൽകി. അങ്ങനെ എണ്ണി പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്തു. അല്ലാതെ കൊല്ലം സുധിയുടെ 2 മക്കൾക്ക് എന്തോ കൊടുത്തിട്ട് എനിക്ക് എന്തോ കിട്ടി എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോ ഉണ്ടല്ലോ, പുച്ഛമെന്നല്ലാതെ വെറും പുച്ഛമാണ് എനിക്ക്. സത്യം പറഞ്ഞാൽ ഞാൻ ഇത് കൊടുത്തതിനെ ഓർത്ത് ദുഃഖിക്കുന്നു, അങ്ങേയറ്റം ദുഃഖിക്കുന്നതിന് കാരണം സോഷ്യൽ മീഡിയയിൽ എന്നെ അങ്ങ് അവഹേളിക്കാണ് ഒരു വിഭാഗം. നമ്മുടെ നാടിന്റെ അവസ്ഥ നമ്മളൊന്ന് മനസ്സിലാക്കണം. അതായത് ഇത്രയ്ക്കധികം സൗജന്യങ്ങളൊക്കെ ചെയ്ത് പാവങ്ങളെ സഹായിക്കുന്ന ഒരാള്. അപ്പോൾ അദ്ദേഹം എല്ലാവരും പറഞ്ഞതനുസരിച്ച് ഈ ഒരു രേണു സുധിക്കും കുട്ടികൾക്കും നമുക്കറിയാം, അവരുടെ ആദ്യ സമയത്ത്, അതായത് ഈ സുധി എന്ന് പറയുന്ന ആള് മരിക്കുന്ന സമയത്ത് അവരുടെ അവസ്ഥയൊക്കെ എല്ലാവർക്കും അറിയാം. അവർക്ക് വേണ്ടി ഒരുപാട് ആളുകൾ പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇദ്ദേഹം ഈ ഒരു സൗജന്യം ചെയ്തത്. അപ്പോൾ അത്തരത്തില് ഒരുപാട് കാര്യങ്ങൾ ഇദ്ദേഹം ചെയ്തിട്ടുണ്ട് എന്ന് പറയേണ്ട ഒരു സാഹചര്യത്തിലേക്ക് അദ്ദേഹത്തെ എത്തിച്ചത് ഈ സോഷ്യൽ മീഡിയയിലുള്ള പല യൂട്യൂബ് ചാനലുകളുമാണ്. അദ്ദേഹം കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ്. അതായത് ഒരു ദൈവവിശ്വാസിയായിട്ടുള്ള ഒരു ഫാദറാണ് അദ്ദേഹം. ഒരു ബിഷപ്പായിട്ടിരുന്ന ആളാണ് അദ്ദേഹം. അമേരിക്കയിൽ ഒരുപാട് നാൾ സേവനം അനുഷ്ഠിച്ച ആളാണ്. അങ്ങനെ കിട്ടിയ പണങ്ങളൊക്കെ ഇദ്ദേഹം ഇവിടെ കൊണ്ടുവന്നിട്ട്, അദ്ദേഹത്തിന് കുടുംബമൊന്നുമില്ല, 2 പെങ്ങന്മാർ മാത്രമേ ഉള്ളൂ. ഇദ്ദേഹം വിവാഹം കഴിച്ചിട്ടില്ല. അപ്പോൾ ഈ കഷ്ടത അനുഭവിക്കുന്ന ആളുകൾക്ക് അത് കൊടുക്കാം എന്ന് വിചാരിക്കുന്ന സമയത്ത് അത് കൊടുത്തിട്ടും അദ്ദേഹം എന്തോ നേട്ടം ഉണ്ടാക്കുന്നു എന്ന് ഇങ്ങനെ പ്രചരിപ്പിച്ച് അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും താറടിച്ച് കാണിക്കുകയാണ് പല യൂട്യൂബ് ചാനലുകളും ചെയ്യുന്നത്. ബാക്കിയോടെ നമ്മൾ കേട്ടുനോക്കാം. ഒന്നും അറിയാത്ത കുറച്ച് വ്യക്തികൾ വന്ന് ഈ സ്ത്രീ എവിടെങ്കിലും വന്നിരിക്കുന്ന ഉടനെ അവന്റെ യൂട്യൂബിന് എന്തെങ്കിലും ഒരു പേര് കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെ അവന്റെ യൂട്യൂബിന് 10 വ്യൂവേഴ്സിന് കിട്ടാൻ വേണ്ടിയിട്ട് പൊതുസമൂഹത്തിൽ ആദരണീയരായി ജീവിക്കുന്ന വ്യക്തികളെ കരിവാരി തേച്ചുകൊണ്ടുള്ള സംസാരം. ഞാൻ ആ വ്യക്തിയെ കാണുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അവർക്കെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കണമെന്ന് താല്പര്യപ്പെടുകയാണ്. നിയമപരമായി മുന്നോട്ട് പോകണമെന്ന് താല്പര്യപ്പെടുന്നുണ്ട്. കാരണം ഇങ്ങനെയുള്ള ഇനി ഈ കേരളത്തിൽ ആരെങ്കിലും ഒരു പാവങ്ങളെ സഹായിക്കാൻ ചെറുപ്പക്കാർ ഇങ്ങനെ മുൻപോട്ട് വരുമോ? ഇനി ആരെങ്കിലും ഇങ്ങനെയുള്ള നിരാശപ്പെടുത്തുന്ന പ്രവർത്തനം ഉണ്ടായി നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. നേട്ടങ്ങൾക്ക് വേണ്ടി ചാരിറ്റി ചെയ്യുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ കേരളത്തിലുമുണ്ട്. അത്തരത്തിലുള്ള ഒരാളല്ല ഈ ഫാദർ. കാരണം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് പ്രത്യേകിച്ച് നേട്ടം ഉണ്ടാക്കിയിട്ടും പ്രത്യേകിച്ചൊന്നും നേടാനില്ല. അദ്ദേഹം അമേരിക്കയിൽ പോയി ഒരുപാട് സമ്പാദിച്ചു. അദ്ദേഹത്തിന് നാട്ടിൽ ഒരുപാട് ഭൂസ്വത്തുക്കളുണ്ട്. ലക്ഷങ്ങൾ വില മതിക്കുന്ന ഭൂസ്വത്തുക്കളാണ് ഉള്ളത്.
അതൊക്കെ വിറ്റ് അദ്ദേഹത്തിന് ബാങ്കിലിട്ട് അതിൽ വളരെ സുന്ദരമായിട്ട് ജീവിക്കാം. ഇങ്ങനെ പാവങ്ങളെ സഹായിക്കേണ്ട ഒരാവശ്യമില്ല. എന്നാൽ അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള ദൈവവിശ്വാസം വെച്ച് അദ്ദേഹം പാവങ്ങളെ സഹായിക്കുന്നു. അത് വളരെ വിശാല മനസ്സോടു കൂടിയാണ് അദ്ദേഹം സഹായിക്കുന്നത്. അപ്പോൾ അത്തരം ആളുകളെ നിരുത്സാഹപ്പെടുത്തുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ഇവിടെയുള്ള പല യൂട്യൂബർമാരും ചെയ്യുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഈ അച്ഛൻ പറയുന്ന കാര്യങ്ങൾ കേട്ടപ്പോൾ പ്രേക്ഷകരായിട്ടുള്ള നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? അതായത് ഈ രേണുസുതിക്കും കുട്ടികൾക്കും ഇദ്ദേഹം ലക്ഷങ്ങൾ വിലയുള്ള ഈ 7 സെന്റ് ഭൂമി സൗജന്യമായിട്ട് നൽകി ഇദ്ദേഹത്തിന്റെ അതിനോട് ചേർന്ന് കിടക്കുന്ന ഭൂമികൾ വിറ്റ് ഇദ്ദേഹം നേട്ടം ഉണ്ടാക്കിയതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അത്തരത്തിൽ ഇദ്ദേഹം നേട്ടം ഉണ്ടാക്കിയിട്ട് ഇദ്ദേഹത്തിന് എന്തെങ്കിലും നേടുവാനുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായവും നിങ്ങളുടെ ചിന്തയും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ.